നമസ്കാരം. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം ആഗോളതലത്തിൽ ഒന്നാമതെത്തിയതായി സാമ്പത്തിക സർവേ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ സാമ്പത്തിക വർഷം ശേഖരത്തിൽ $68 ബില്യൺ വർധനവാണ് ഉണ്ടായത്. വിദേശ മൂലധനം പ്രവാഹത്തിനിടയിൽ ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മിറ്റിയിൽ ഉണ്ടായ മിതത്വം ഫോറക്സ് കിറ്റിയെ സഹായിച്ചതായി സാമ്പത്തിക സർവേയിൽ പറഞ്ഞു. വിദേശ നാണ്യ കരുതൽ ശേഖരം ഏകദേശം 10 മാസത്തെ ഇറക്കുമതിക്ക് പര്യാപ്തമാണെന്നും റിപ്പോർട്ട് പറയുന്നു. കൂടാതെ മൊത്തം വിദേശ കടത്തിന്റെ 98% ഇതിന് ഉൾക്കൊള്ളാൻ സാധിക്കും. കേന്ദ്ര ബാങ്ക് സൂക്ഷിക്കുന്ന വിദേശ കറൻസി ആസ്തിയാണ് വിദേശ നാണ്യ കരുതൽ ശേഖരം എന്ന് പറയുന്നത്. ബാങ്ക് നോട്ടുകൾ, നിക്ഷേപം, ബോണ്ടുകൾ, ട്രഷറി ബില്ലുകൾ, മറ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റികൾ തുടങ്ങിയവയെല്ലാം ഇതിന്റെ ഭാഗമായാണ് വരുന്നത്. $US മുതൽ യൂറോ, ജാപ്പനീസ് യെൻ, പൗണ്ട് എന്നീ റിസർവ് കറൻസികളാണ് വിദേശ നാണ്യ ശേഖരത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തുന്നത്. രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ വിദേശ നാണ്യം ഉപയോഗിച്ചാണ് ഡോളർ അല്ലെങ്കിൽ രൂപ വിനിമയ നിരക്ക് കുറയ്ക്കുന്നത്. 2021 ഒക്ടോബറിലാണ് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയത്. ആഗോളതലത്തിലുണ്ടായ നിരവധി സാമ്പത്തിക വെല്ലുവിളികളെ ശക്തമായി നേരിടാൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കഴിഞ്ഞതായി ധനമന്ത്രി ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശക്തമായ അടിത്തറയിലാണ് ഇന്ത്യ ഇപ്പോൾ നിലകൊള്ളുന്നത്. വരും സാമ്പത്തിക വർഷത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴിയുമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. രാജ്യത്ത് ഭക്ഷ്യോൽപ്പന്ന വില നിലവാരം, അതായത് ഫുഡ് ഇൻഫ്ലേഷൻ, കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇരട്ടിയായെന്നും സർവേ വ്യക്തമാക്കുന്നു. 2021-22 3.8% നിന്ന് 7.5% കഴിഞ്ഞ വർഷത്തെ വളർച്ച. കാലാവസ്ഥാ വ്യതിയാനം, ഉഷ്ണതരംഗം, കാലം തെറ്റിപ്പെയ്ത മഴ, മോശം മൺസൂൺ, വരൾച്ച എന്നിവ കാർഷികോൽപാദനത്തെ ബാധിച്ചതാണ് ഇതിന് കാരണമെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ചില്ലറ വിലക്കയറ്റ തോത്, അതായത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ 2022-2023 6.7 നിന്ന് 2023-24 5.4% കുറഞ്ഞത് നേട്ടമാണെന്നും ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രാജ്യത്ത് മൊത്തം വരുമാനത്തിന്റെ 6-7% നേടുന്നത് ജനസംഖ്യയിൽ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള ആദ്യ 6-7% പേരാണെന്നും വരുമാനത്തിന്റെ 1/3 നേടുന്നത് ആദ്യ 10% പേരാണെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ ജനസംഖ്യയിൽ 2/1 പേരും തൊഴിൽ വൈദഗ്ധ്യമുള്ളവരല്ല. നിർമ്മാണ മേഖലയാണ് തൊഴിലവസരങ്ങളിൽ കൂടുതൽ വളർച്ച നേടുന്നത്. കുറഞ്ഞ വേതനവും കുറഞ്ഞ വൈദഗ്ധ്യമുള്ളവരെ കൂടുതലായി ലഭിക്കുന്നു എന്നതാണ് ഇതിന് കാരണം. ഇന്ത്യയുടെ ധനക്കമ്മി 2025-26 GDP-യുടെ 4.6% താഴുമെന്നും സർവേ പറയുന്നു. ഏതായാലും ഏറ്റവും വ്യക്തമായ രീതിയിൽ കൃത്യമായി തന്നെ നാളെ നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതോടുകൂടി കൃത്യമായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏതായാലും ഇനി അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റിലായിരിക്കും ഈ കാര്യത്തിന്റെ പൂർണ്ണരൂപങ്ങൾ, പൂർണ്ണമായിട്ടുള്ള വ്യക്തതയോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും 3ാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് കൂടിയാണ് ഇത്. നിർമ്മലാ സീതാരാമന്റെ ചരിത്ര നേട്ടം കൂടിയാണ് ഇത്.